ഒക്ടോബർ 26 ഞായറാഴ്ച. ലൂക്ക 18 9 മുതൽ 14 വരെ വാക്യങ്ങൾ. ഇന്നത്തെ ഉപമയിൽ രണ്ടുപേർ, ഫരിസേയനും ചുങ്കക്കാരനും നടത്തിയ പ്രാർത്ഥനകൾ അവരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. പഴയ നിയമം ലംഘിച്ചുവെന്ന് ചുങ്കക്കാരന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധ നിയമത്തെ ബഹുമാനിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് യഥാർത്ഥ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തവനാണ് ഈ ചുങ്കക്കാരൻ. തൻ്റെ പാപങ്ങളെ ന്യായീകരിക്കാനോ പരിഹരിക്കാനോ താൻ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങൾ അവൻ പരാമർശിക്കുന്നില്ല. ദൈവം വിശ്വാസത്തിലും കരുണയുള്ളവനായിരിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം പ്രവൃത്തികളിലൂടെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലാണ് നീതീകരണം സംഭവിക്കുന്നതെന്ന് അവൻ വിശ്വസിക്കുന്നു. ഒരു പാപി എന്ന നിലയിൽ അവൻ താഴ്മയോടെ ദൈവത്തെ സമീപിച്ചു, കരുണയ്ക്കായി വാദിച്ചു. ഇതിനു വിപരീതമായി സ്വന്തം പ്രവൃത്തികൾ ദൈവത്തിന് അപ്രീതികരമാണെന്ന് ഫരിസേയന് അറിയില്ലായിരുന്നു. അവൻ്റെ അഹങ്കാരം, സ്വയം നീതി, മറ്റുള്ളവരോടുള്ള അവജ്ഞ, ദൈവകൃപ പഠിപ്പിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുന്ന ഒരു മത നേതാവാകാനുള്ള പരാജയം എന്നിവ ദൈവത്തിൻ്റെ പ്രശംസ സ്വീകരിക്കാൻ അവനെ തടസ്സമായി. ഏറ്റവും ദുഃഖകരമായ കാര്യം, 1-ാം നൂറ്റാണ്ടിലെ ഫരിസേയരുടെ പല ആചാരങ്ങളും ചുങ്കക്കാരും മുടന്തരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നതും വിലക്കിയിരുന്നു. പ്രതീകാത്മകമായി അത് ദൈവത്തെ സമീപിക്കുന്നതിന് വിലക്കുന്നതിന് തുല്യമാണ്. സ്വയം നീതിക്കാരായ ഫരിസേയർ സ്വന്തം നേട്ടങ്ങളെ പ്രശംസിക്കുകയും മനുഷ്യരാശിയെ നീതിമാന്മാരായും അവരെപ്പോലുള്ള ചുരുക്കം ചിലർ പാപികളായും വിഭജിച്ചു. ഫരിസേയൻ അഹങ്കാരത്തോടെ ദൈവത്തെ സമീപിച്ചു. മറ്റുള്ളവരെക്കാൾ മികച്ചവനെന്ന നിലയിൽ അവൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം എങ്ങനെ അവൻ അർഹിക്കുന്നു എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, വ്യഭിചാരികളെപ്പോലെയോ നികുതി പിരിവുകാരെപ്പോലെയോ ദൈവത്തെ സമീപിച്ചാൽ പുറത്താക്കപ്പെട്ടവർക്ക് എങ്ങനെ ക്ഷമിക്കാനും നല്ല ജീവിതം നയിക്കാനും കഴിയുമെന്ന് ഇന്നത്തെ ഉപമ പറയുന്നു. നമ്മുടെ രക്ഷയും നീതീകരണവും നമ്മുടെ സത്പ്രവൃത്തികളിലൂടെ നേടുന്നതല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ കൃപയുടെ പ്രകടനമാണ്. ദേവാലയത്തിൽ 2 പ്രാർത്ഥനകളാണ് നാം കാണുന്നത്. നികുതി പിരിവുകാരൻ ദൈവത്തിൻ്റെ കൃപയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ലളിതമാണ്, വികാരഭരിതമാണ്. അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തോട് കരുണ കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ലജ്ജയോടെ കുനിഞ്ഞ് മാറിലടിക്കുകയും പാരമ്പര്യത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തെ സമീപിക്കാൻ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ്റെ പ്രതിച്ഛായ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെയും കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. ആബേലിനെ പോലെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഫരിസേയൻ ആത്മീയ അവബോധത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു. അവൻ്റെ ഭാവം അഹങ്കാരത്തെയും മറ്റുള്ളവരെ അവൻ പുച്ഛത്തോടെയാണ് വീക്ഷിക്കുന്നതെന്നും സൂചിപ്പിക്കുന്നു. അവൻ്റെ പ്രാർത്ഥന സ്വയം നീതി ചിന്തയെയും സ്വന്തം പാപത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയെയും സൽപ്രവൃത്തികൾ അബ്രാഹാമിൻ്റെ പിൻഗാമി എന്ന നിലയിൽ
ദൈവത്തിൻ്റെ സ്വീകാര്യത ഉറപ്പ് നൽകുന്നുവെന്ന തെറ്റായ അനുമാനത്തെയും പ്രതിഫലിപ്പിച്ചു. അവൻ്റെ പ്രാർത്ഥന അവൻ്റെ യോഗ്യതയിലും താൻ ചുങ്കക്കാരനേക്കാൾ മികച്ചവനാണെന്ന അവൻ്റെ വിലയിരുത്തലിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്തതിലും കേന്ദ്രീകരിച്ചായിരുന്നു. കരുണയ്ക്കും കൃപയ്ക്കുമുള്ള ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുവെന്നും അവൻ നീതീകരിക്കപ്പെട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെന്നും യേശു പ്രഖ്യാപിച്ചു. ഫരിസേയൻ്റെ പ്രാർത്ഥന ശൂന്യവും സ്വയം സേവിക്കുന്നതുമായി വിധിക്കപ്പെട്ടതിനാൽ ദൈവം അത് നിരസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിൽ ആത്മാർത്ഥത വാചാലതയേക്കാൾ മികച്ചതായിരുന്നു. പശ്ചാത്താപമുള്ള ഹൃദയം സ്വയം പ്രശംസിക്കാനുള്ള കഴിവിനേക്കാൾ മികച്ചതും. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഗോവ.